ആ പൂവക്കാട് കോളനിയിൽ രണ്ടുപേരെ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. ആ അതുവരെ ഓരോ കുടുംബത്തിലൊരു മരണം ഉണ്ടായിട്ട് പാലക്കാട് പോയിക്കാ. അതുകൊണ്ടാ ചെട്ടിപ്പറമ്പ്. ആ അത് ആള് വന്നില്ല എന്നുള്ളു. വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്താ അത് മതി. അതുപോലെ അല്ല ഞാനത് ചെയ്തില്ലേന്ന് വിചാരിച്ചിട്ട്. പിന്നെ സത്യേട്ടാ, കൊറോണ പോസിറ്റീവായ ആൾക്കാർ വോട്ട് ചെയ്തതിൽ എനിക്ക് വലിയൊരു അഭിപ്രായം കേട്ടോ. അത് മാണ്ടില്ലേനെ. അതാ അല്ല അത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്ന് വോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? എടാ വോട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പൗരന്റെ ജന്മാവകാശമാണ്. അതൊക്കെ ശരി, പക്ഷെ ഇത്രയും മാരകമായ ഒരു രോഗമാണ് അവർക്ക് വന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു വയ്ക്കണം. കാരണം ഇതിന്റെ പേരിൽ ഇപ്പൊ നാളെ മറ്റന്നാൾ ആൾക്കാരൊക്കെ പോസിറ്റീവായി തുടങ്ങി എന്താക്കൂ? എന്താ ഈ പൊട്ട പറയാ? മൊയ്തൂക്ക, ആകെ 13 പേരാണ് പോസിറ്റീവ് ആയവര് വന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി. അതായത് 10 വോട്ട് നമുക്കാണ്. മൊയ്തൂക്ക പറഞ്ഞ ആ 10 വോട്ട് നമുക്ക് വേണ്ടായിരുന്നതാണോ? വേണ്ടാന്നല്ല, പക്ഷെ അതിന്റെ പേരിൽ വേറെ തിക്താനുഭവങ്ങൾ വേറെ വരാണ്ട്. ഒരു കാര്യം ചെയ്യേ, ഈ വിഷയത്തിൽ വേറെ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ടല്ലേ. അല്ല മൊയ്തൂക്ക് ഈ വിഷയത്തിലല്ല, ഒരു വിഷയത്തിലും പറയാണ്ടിരിക്കും നല്ലത്. അല്ല പറയണമൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. എന്തിങ്ങനെയാണ് പറയണത്? അത് വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞത് എങ്ങനെ? വോട്ട് വേണ്ടെന്നല്ലോ പറഞ്ഞല്ലേ. എല്ലാത്തിനും എന്റെ മേലെ കയറി കളിക്കാൻ നിൽക്കണം. കളിക്കണല്ല മൊയ്തൂക്ക, പറ്റി എന്തെങ്കിലും പരാതി വരുന്നുണ്ട്? അനക്ക് മാത്രം പരാതി എല്ലാ മീറ്റിംഗ്. അങ്ങനെയല്ല മൊയ്തൂക്ക, പറയണ കാര്യം മനസ്സിലാക്കി. നിങ്ങൾ എന്ത് കാര്യം മനസ്സിലാക്കി? അവിടെ സാറായിക്കണം. നന്നായിട്ടില്ലേ? ഓ സാറായിക്കണം. ഞാൻ നന്നായിട്ട് വരയ്ക്കും. ആണല്ലേ? ആ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു എക്സിബിഷൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ സത്യേട്ടാ? എക്സിബിഷൻ? എന്തിനും പേപ്പറൊക്കെ എടുത്ത് കളിക്കുന്നത്? അവിടെ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചാ പോരെ. അല്ല ഏട്ടൻ അങ്ങനെയല്ലേ പറഞ്ഞേ? സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ ഞാൻ സമ്മതിച്ചു തന്നെ എക്സിബിഷൻ നടത്താന്ന് പറഞ്ഞിട്ടാ. അല്ല ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണാട്ടോ. അത് പിന്നെ നല്ല ചിത്രകാരി ആയിരിക്കണം നല്ലൊരു സ്ഥാനാർത്ഥി. അത് മാത്രല്ല മൊയ്തക്ക, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്. ചിത്രം വരയ്ക്കും, കുക്ക് ചെയ്യും. അതെ അതെ, നമ്മക്ക് പറ്റിയ സ്ഥാനാർത്ഥി. ഇത് വിജയം ഉറപ്പാ. അല്ല ഞാൻ ജയിക്കും. ആര് തീരുമാനിച്ചു? അല്ല പറയട്ടെ സത്യേട്ടാ, ചേച്ചി പറയട്ടെ. മോന് വിശ്വാസം വന്നില്ലേ? ഇല്ലേ? ഞാൻ ജയിക്കും. കണ്ട ഏട്ടന് മാത്രമാണ് സംശയമുള്ളൂ. അല്ല ജയിക്കണോ? ജയിച്ചില്ലെങ്കിൽ മൂപ്പരിക്കാൻ മോശോ? എത്ര കാലം ജയിച്ച ആളാത്. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ട് എല്ലാരും വീണിരിക്കല്ലേ? ഇത് ഏതോ ഒരു പെണ്ണുങ്ങൾ എന്നോ പാട്ട് പാടി ജയിച്ചിട്ട് എല്ലാരും ഇപ്പൊ പാടി ജയിച്ചോളണമെന്നൊന്നുമില്ല അല്ലേ? ഈ മന്മഥനും കോയൊക്കെ എവിടെ പോയി കിടക്കാണ്? അത് പറയാൻ മറന്നു പോയതാ. കോയക്ക പശുവിനെ കുത്തിവെപ്പിക്കാൻ വേണ്ടി പോയതാ. അയ്യോ, പശുവിനെ എന്ത് പറ്റി? പശുവിനൊന്നും പറ്റിയിട്ടല്ല, മറ്റേ കുത്തിവെപ്പില്ലേ. അതിനെ വെറുതെ കുത്തിവെക്കണേ? എന്തൊരു കഷ്ടാണെന്ന്. പശുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അതന്നെ എന്താന്ന് അറിയണ്ടേ? അല്ല പശുവിനെ ഈ ചെനപ്പിടിപ്പിക്കാൻ. എന്റെ പൊന്നു മൊയ്തോ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്. അതെ അത്രേ ഉള്ളൂ. കോയക്ക വരൂ, പശുവിനെ കാണിച്ചിട്ട് വരൂ. പശുവിന് എന്താ പറ്റിയത്? പശുവിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണം. അല്ല സത്യേട്ടൻ ചായ പറഞ്ഞില്ലേ നമ്മള്? ചായ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വേണമെങ്കിൽ ഒന്നര വിളിച്ചു പറഞ്ഞോ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദ്യം അത് എന്നോട് പറ. ഇവിടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. ഏട്ടന് പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഒരു കുപ്പിയിൽ 2 എണ്ണ. ഒരു കുപ്പിയിൽ 2 എണ്ണ. 2 എണ്ണ അറിയോ? ചമ്മന്തിയാണോ സത്യേട്ടാ? ചമ്മന്തി ഏട്ടന് അറിയില്ല. അറിയാമോ? ഒരു കുളിട്ടുവോ? വെള്ള കളറ്. പാലൊന്നുമല്ല. അപ്പൊ ഏട്ടനും തോറ്റ്, നിങ്ങൾ എല്ലാരും തോറ്റ്. നമ്മളൊക്കെ തോറ്റാലും വേണ്ടില്ല, എലക്ഷൻ കഴിയുമ്പോ ഇജ്ജൊന്ന് ജയിച്ചിട്ടേ ചായക്കില്ല. കുറച്ചു നേരത്തിന് സമാധാനം ഉണ്ടോ? എന്താ കടി? പഴംപൊരി. എങ്ങനെയാണ്
എവിടുന്ന് കിട്ടി? സത്യേട്ടാ, ഈ നാട്ടിലൊരിക്കലും സോഷ്യലിസം നടപ്പാവൂലാട്ടാ. പിടിച്ചു പോയാ പിടിച്ചേ എന്താ എന്താ എവിടെ തടവിട്ടാ എവിടെ മസിൽ പിടിച്ചെന്നേ ഇതൊരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. ആവശ്യമുള്ളൊന്നും പിടിക്കൂല, ആവശ്യമില്ലാത്തൊക്കെ കയറി പിടിക്കുകയും ചെയ്യും. ഇലക്ഷൻ സ്ക്വാഡിന് നടന്നിട്ടാണ് ഇലക്ഷൻ സ്ക്വാഡിന് നടന്നത് ഇതുവരെ മാറിയിട്ടില്ല. പോയാ റെഡിയായ കഴിഞ്ഞോ? അല്ല, മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗ് അല്ല പറഞ്ഞു, ഈ കൊണ്ടുവന്ന സാധനം കഴിഞ്ഞോ? കൊണ്ടുവന്നാലും കഴിഞ്ഞു. അതെന്ത് പരിപാടിയാണ്? ഞങ്ങൾ രണ്ടുപേരും വരാനുള്ളതല്ലേ? ഇന്ന് എന്തായിരുന്നു സാധനം? ഇന്ന് പഴംപൊരി. അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു. ഏടാ ചെങ്ങായി, ഞങ്ങള് മണ്ഡലം കമ്മിറ്റിയിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള മുതൽ അവിടെ എടുത്തൊക്കെ അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല, കൊണ്ട് കൊടുക്കാൻ മാത്രമേ പറഞ്ഞോളൂ. എത്ര എണ്ണം കൊണ്ടുവന്ന്? അത് 12 എണ്ണം. അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മളത് ആരോ എടുത്ത് തിന്നു. എന്ത് ജാതി വാർത്ത ആര് ഏൽപ്പിക്കണ ഇവരുടെ അടുത്ത്? അതെ, ഇപ്പൊ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ചായ കിട്ടുമോ? ചായ കട്ടൻ കിട്ടും, പക്ഷെ വൈകിട്ടാവും. വൈകിട്ട് പിജ്ജ് കൊണ്ടുവന്ന് തന്നിട്ടാണ് ഞങ്ങൾക്ക് കുടുംബത്തെ പോയി കുടിച്ചുകൂടാ. ഇജ്ജ് പോയിക്കാന്നാല് അതാക്ക്. ഇതാണ് ഈ പറഞ്ഞിട്ട പാർട്ടിയിൽ പ്രവർത്തിക്കണ അംഗങ്ങളുടെ വികാരം പോലും അറിയില്ല നമ്മുടെ പാർട്ടിക്ക്. വികാരമൊന്നല്ല, നമ്മളെ കുറിച്ചൊരു വിചാരം പോലും ഇല്ല. ഉണ്ടെങ്കിൽ ഇമാര് കാണിക്കോ? ഈ പാർട്ടിയുടെ പോക്കുണ്ടല്ലോ ശരിയല്ല. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചോദിച്ചിട്ടെന്ന കാര്യം പഴംപൊരി തീർന്നില്ലേ? അതല്ല പോയാ ഇത് നമുക്ക് തരാത്ത എന്താന്ന് ചോദിക്കണ്ട. ചോദിക്കണോ? ഇജ്ജിപ്പോ അതാ കാലം വെച്ചിട്ട് നടക്ക്. ഇത് ഓരിയിട്ടല്ലോ ചങ്ങായി മീറ്റിംഗ് നടക്കണ അവിടെ. പോയോ? എനിക്കായിട്ടില്ല. ചായക്ക് ഇത്തിരി കടുപ്പം കൂടി പോയി. കഴിഞ്ഞില്ലേ? മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വന്നിട്ട് വേണ്ട തുടങ്ങാൻ. മീറ്റിംഗിന്റെ കാര്യമല്ല ഞങ്ങള് പറഞ്ഞത്. ഇവിടെ പഴംപൊരിയും ചായ ഉണ്ടായിരുന്നോ? അത് കഴിഞ്ഞോ? അത് ഒരു കണക്കിന് അങ്ങോട്ട് തീർത്തു. നന്നായി. എന്തായാലും അപ്പൊ ഞങ്ങൾ രണ്ടാളെ നിങ്ങൾ ആലോചിച്ചു പോലുമില്ല. ഇത് എങ്ങനെ പോണെങ്കിൽ പാർട്ടി അധികം മുന്നോട്ട് പോകില്ല കേട്ടോ. അതേ 10 മണിന്റെ മീറ്റിങ്ങിന് 10 മണിക്ക് ഇവിടെ വരണം. 10:45 വന്നാൽ ചായയും പയമ്പൊരി ഒന്നും കിട്ടൂല. ആയിരം ഞങ്ങള് 15 മിനിറ്റ് വൈകിയപ്പോ നിങ്ങളുടെ പ്രശ്നം 15 മിനിറ്റ് അല്ലല്ലോ, 45 മിനിറ്റ് വൈകില്ലേ? ചെങ്ങായി, ഞങ്ങൾക്ക് ഇവിടെ മീറ്റിംഗ് മാത്രമല്ല 100 കൂട്ടം പണി പുറത്തുണ്ടായിരുന്നു. എന്താ ആലോചിക്കാത്ത? പൈക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോയതല്ലേ നിങ്ങള്? പൈക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോയത് വേറെ കാര്യമാണ്, കുടുംബകാര്യമാണ്. അത് അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വീട് അഴിച്ചെടുത്ത് വെച്ചാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കുപ്പിയിൽ 2 എണ്ണ. എന്തൊരു കഷ്ടാണിത്. ഒരു കുപ്പിയിൽ 2 എണ്ണ. അതെന്നാണ്? അതെ, അത് നമുക്കറിയാലോ. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട. ഇങ്ങക്ക് തുടക്കം മുതൽ ഉണ്ട് ഈ ഒരു മൈൻഡ് ഇങ്ങക്ക് ഉണ്ട്. ഇതിപ്പോ ഇതാ ഈ ഒരു പാർട്ടിയിൽ ഞങ്ങൾ രണ്ടായിട്ടാ നിക്കണെന്ന് അപ്പം പറയണേ. ഞങ്ങള് 2 എണ്ണയാണ്, നിങ്ങൾ വേറെ ഈ ഒരു കുപ്പിയിൽ. അങ്ങനെയല്ല. എന്താണ് ഒരു കുപ്പിയിൽ 2 എണ്ണ? എന്താന്ന് അതെന്നാ ഈ വേർതിരിവ് ഞങ്ങളോട് കാണിക്കണ വേർതിരിവ്? അതല്ല, ഇത് കടങ്കഥയാ. എന്താ സത്യേട്ടാ? തോറ്റ തോറ്റ്. അതെ, നിങ്ങൾ വന്നിരിക്കി, നമുക്ക് കാര്യങ്ങൾ അല്ലെ സംസാരിക്കാം. ഇരിക്കണതൊക്കെ വരട്ടെ. അതിനു മുമ്പ് ഈ പഴംപൊരിയും ചായയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? നാണം കെട്ട ഇടപാടുകൾ സംസാരിച്ച് നിൽക്കാതെ വന്നിരിക്കന്നെ. ശരി, ഇപ്പൊ ഞങ്ങള് നാണം കേട്ടോ, നിങ്ങൾ മാന്യന്മാര്. സത്യേട്ട നിങ്ങൾക്കാണ് നാണോ മാനം വേണ്ടേ? സിറ്റി മെമ്പറുടെ ഭാര്യ എന്നുള്ള നിലക്കല്ലാണ്ട് വേറെ എന്ത് യോഗ്യതയാണ് ഇപ്പൊ നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കുള്ളത്? ഒരു പുണ്ണാക്കൂല്ല. ബുദ്ധിയില്ല, ഓർമ്മയില്ല. അല്ല, എന്ത് വേണമെന്നപ്പോ നിങ്ങൾ ഉദ്ദേശിക്കണത്? അത് ശരി. പിന്നെ ശരി എന്ന് പറഞ്ഞാ എടോ, ഒട്ടുമിക്ക വനിതാ സംവരണ വാർഡുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. സിറ്റിംഗ് മെമ്പറുടെ ഭാര്യ, അല്ലെങ്കിൽ പെങ്ങള്, അല്ലെങ്കിൽ അമ്മായിയമ്മ, അല്ലെങ്കിൽ അമ്മ, ഇവരൊക്കെ തന്നെ നിൽക്കുന്നത്. എന്നിട്ട് മെമ്പർ ഭരണം നടത്തും. ഇത് കാലങ്ങളായിട്ട് നടക്കുന്നതാ. പിന്നെ ഇപ്പൊ ഇവിടെ എന്താ ഒരു ഇത്ര വലിയ പ്രത്യേകത? ഇതിന്റെ പേരിൽ ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പൈസ എണ്ണി തന്നത്. പിന്നെ പൈസ കൊടുത്തില്ലേ? പൈസ തന്നെ എന്തിനാണ്? ഇലക്ഷൻ ചെലവിന് വേണ്ടിട്ട്. പ്രവർത്തനങ്ങൾ നടത്തണ്ടേ? തന്നെ വേണോ? എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണത്? അതെ, സംഗതി ഇപ്പൊ എന്തായിക്കോട്ടെ, നമ്മളിപ്പോ നാനാജാതി സ്ഥാനാർത്ഥിമാരെ നിൽക്കുന്നുണ്ട്. പക്ഷെ സത്യേട്ടന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിക്കണേന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രൗഢി ഉണ്ടല്ലോ. അത് നമ്മുടെ പാർട്ടിക്ക് ഒരു ഇത് വേറെ ആ ഒരു യോഗ്യത മാത്രം മതി. ഇതൊന്നല്ലല്ലോ നേരത്തെ നിങ്ങൾ പറഞ്ഞു. ചെങ്ങായി, നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ പല ജാതി വർത്താനം. പക്ഷെ നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ പറയണത് നോക്കി എന്താണ്? ഏതൊക്കെ സ്ഥാനാർത്ഥി വന്നാലും നമ്മുടെ സ്ഥാനാർത്ഥി അങ്ങോട്ട് ചെല്ലുമ്പോ നിലവിളക്ക് കത്തിച്ച് വെച്ച മാതിരിയാന്ന് പറഞ്ഞത്.
എന്നോട് പറഞ്ഞു. പറഞ്ഞില്ലേ? കൊറേ പേര് എന്നോട് ആ പറഞ്ഞു. എന്നോടും പറഞ്ഞേ കത്തിച്ചാണ് എന്റെ ആദ്യം ചെങ്ങായി ജയിച്ചു കഴിഞ്ഞ മെമ്പർ ആവേണ്ട ആളാണ്. സത്യേട്ടാ ആ. നേരത്തെ പൈസ കൊടുത്ത കാര്യം പറഞ്ഞല്ലോ അതെന്താണത്? അതെ പാർട്ടിനെ ചോദ്യം ചെയ്യാൻ കരുതിട്ട് യു ആർ സസ്പെൻഡ് പോ പുറത്ത്. എന്ത് കാണിക്കുന്നേ? അല്ല ഇജ്ജ് പഴംപൊരി അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നോക്കിയാ ഒക്കെ സൂക്ഷിക്കണേ. വെറുതെ നല്ല ഇപ്പൊ നിങ്ങള് താടിയൊക്കെ വെച്ച് വരല്ലേ. ഒരു ഉത്തരവാദിത്വം വേണ്ട. സമയം 9 മണിയായില്ലേ? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. ഇതെന്ത് വീടൊക്കെ പൂട്ടിക്കിടക്കണേ? രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. ആത്മഹത്യയിലുണ്ടാവും. എന്തിന്? എടാ അതിന് റിസൾട്ട് വന്നിട്ടില്ലല്ലോ. റിസൾട്ട് വന്ന് തോറ്റിട്ടാണ് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു സമാധാനം ഉണ്ട്. പക്ഷെ കടം കയറിയല്ലോ. എന്ത് കടം? ഈ ഇലക്ഷന്റെ പേരും പറഞ്ഞ് നമ്മൾ 3-4 ലക്ഷം രൂപ ചെലവാക്കിച്ചിട്ടുണ്ട്. എടാ ഇതൊക്കെ ഒരു ഇലക്ഷൻ വരുമ്പോ സ്വാഭാവികമാണ്. 5 ലക്ഷം ഉറുപ്പിയല്ലേ ചെലവാക്കിച്ചിട്ടുള്ളൂ. എന്റെ സംശയം അതല്ല, തോൽക്കോന്ന് പേടിച്ചിട്ട് എങ്ങാനും രണ്ടും കൂടി നാട് വിട്ടുണ്ടാവും. അതിനുള്ള പൈസ ഒന്നും ടൈമില്ല. പ്രീതി പ്യാരിയെ ആളുണ്ട്. മരിച്ചിട്ടാ. ഞാനാ സുഗതനാ. സുധേട്ടാ അതെ ഭയങ്കര ക്ഷീണം, ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. നിങ്ങളോട് രണ്ടാളോട് ഞാൻ 8 മണിക്ക് പാർട്ടി ഓഫീസിൽ വരാൻ പറഞ്ഞല്ലേ. ഇപ്പൊ സമയത്രയാ ഇപ്പൊ? അതെ 2 മാസമല്ല നടപ്പ് തന്നെ, രാവും പകലും ഇല്ലാതെ. അവളുടെ കാലയിലാണ് നല്ല നീര്. ഇന്നലെയാണ് ഞാനൊന്ന് കാണുന്നത് തന്നെ. അപ്പൊ ഞാനോട് എന്നാ കിടന്ന് ഉറങ്ങിക്കോട്ടെ. വിളിക്കണ? വേണ്ട വേണ്ട വേണ്ട, അവിടെ കിടന്നോട്ടെ. വൈകിട്ട് വന്നാ മതി, അവിടെ പാർട്ടി ഓഫീസിലേക്ക് വന്നേ. അല്ല സുധേട്ടാ നമ്മൾ ജയിക്കുമല്ലോ അല്ലേ? ഉറപ്പല്ലേ? പിന്നെ ജയിക്കുവോ? അതെ, എന്റെ 25 വർഷത്തെ രാഷ്ട്രീയ ജീവിതം വെച്ചിട്ട് ഞാൻ പറയാണ്, നിന്റെ ഭാര്യ പ്രീതിനെ ഞാൻ ഈ വാർഡിൽ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, 150 വോട്ടിനെ അവള് ജയിക്കും. സുധേട്ടാ 150 ഒന്നും വേണ്ട, ഒരു 2 വോട്ടിനാണെങ്കിലും ജയിച്ച് കിട്ടിയാ മതി. പിന്നെ അല്ലാതെ അത്ര പൈസയല്ലേ നമ്മ വാരി എറിഞ്ഞത്, നമ്മൾ ജയിക്കും. അങ്ങട് ഇങ്ങട് എന്ന് സംശയമുള്ളവരൊക്കെ കണ്ടുപിടിച്ച് 2000-2500 ഉറുപ്പ്യ വെച്ചാ കൊടുത്തേക്കണേ. അവരൊക്കെ നമുക്ക് വോട്ട് ചെയ്യൂ. 6-7 ലക്ഷം രൂപ കടത്തിലാണ് ഞാനിപ്പോൾ. അതിന് 12 ലക്ഷം ഉണ്ടാക്കി കൂടെ? നിന്റെ ഭാര്യ ജയിച്ച മെമ്പർ മാത്രല്ല, നമ്മൾ ഗ്രൂപ്പിൽ ഒരു കളിയാണ്ട് കളിച്ചാൽ അവള് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. അതിനുള്ള വിവരവും നോക്കില്ല. അതല്ലെങ്കിൽ ഇപ്പൊ ഈ പഞ്ചായത്തിൽ നിൽക്കണ ആർക്കള്ള്? ഇപ്പൊ ഇവൾക്ക് എതിരായിട്ട് നിന്നു നമ്മുടെ സത്യന്റെ ഭാര്യ. നോമിനേഷൻ കൊടുക്കുമ്പോഴേ പേരെഴുതിയത് തെറ്റിയതാ. അതെ സത്യന്റെ ഭാര്യക്ക് നല്ല കളറാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് നമ്മുടെ വാർഡില്. കളറിലൊക്കെ എന്തിരിക്കണടാ, അവൾക്ക് വല്ല സ്ത്രീത്വണ്ടാ? നിന്റെ ഭാര്യ കണ്ടുപിടിക്കേ, കണ്ടു കഴിഞ്ഞ ഒരു കുടുംബിനി, നല്ല സ്ത്രീത്വമുള്ള കുട്ടി, എല്ലാവരും അവൾക്ക് വോട്ട് ചെയ്യും. ഞാൻ ഇവളൊന്ന് വിളിക്കാം. വേണ്ട, പാവം വയ്യാത്തല്ല, അവിടെ കിടന്നോട്ടെ. വൈകുന്നേരം 5 മണിക്ക് അവളെ കൂട്ടിയിട്ട് നീ പാർട്ടി ഓഫീസിൽ വന്നാൽ മതി. കാരണം വരവ് ചെലവൊക്കെ നോക്കണ്ട, കണക്കൊക്കെ നോക്കണേ. പിന്നെ കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ഒരു 8000 രൂപ സുധേരൻ എന്നോട് മേടിച്ചില്ലേ? ഞാനോ? ആ മൈദപ്പൊടി മേടിക്കാനാണ്, ബൂത്ത് കെട്ടാനാണെന്നൊക്കെ പറഞ്ഞ്. ആ രാവിലെ മൈദപ്പൊടി മേടിച്ചു. സുധേട്ടൻ പിന്നെ ആ പൈസ ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇലക്ഷന്റെ അന്ന് പിന്നെ എന്ത് ബൂത്ത് കെട്ടാനാണ് 8000 രൂപയെന്ന്. അതെ അതെ, അതെന്താ അറിയോ, ആവേശത്തിന്റെ പുറത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ പൈസ മേടിച്ചിട്ട് ഇറങ്ങിയില്ലേ. ഇറങ്ങി നോക്കിയപ്പോഴാണ് ഓർക്കണത്, ഇന്നിപ്പോ ഈ മൈദമാവ് കൊണ്ട് ബൂത്ത് കെട്ടണെന്ന്. അതാണ്. അപ്പൊ തന്നെ ഞാൻ നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ വരികയായിരുന്നു. വരണ സമയത്താണ് നമ്മുടെ ചായക്കടക്കാരൻ രാമേട്ടനും ഭാര്യനെയും കണ്ടത്. സത്യന്റെ പാർട്ടിക്കാരാണല്ലോ. പാർട്ടിയുടെ തന്നെയല്ല, ഒരു നേരിയ ബന്ധമുണ്ട്. അപ്പൊ ആ വോട്ട അങ്ങടെ പൂള്ളൂ എന്ന് മനസ്സിലായപ്പോ ഒരു 6000 റുപ്യ കയ്യിലാണ് വെച്ചു കൊടുത്തു. നമുക്ക് വോട്ട് ചെയ്യണം. അത് നന്നായി. അപ്പൊ ആ വോട്ട് നമുക്കായിരിക്കും. അപ്പൊ 153 ഉറപ്പാണ്. അതെ, ബാക്കി 2000 നമ്മള് രാമേട്ടന്റെ കടയിലെ പലപ്പോഴായിട്ട് ചായ കുടിച്ചതിന്റെ പറ്റുണ്ടല്ലോ, അതങ്ങോട്ട് തീർത്തു. സന്തോഷായിക്കോട്ടെ. അപ്പൊ ആ കണക്ക് റെഡി ആയി. അതെ അതെ. അപ്പൊ അത് എഴുതി വെക്കും. 6000 രാമേട്ടന്, 2000 ചായയുടെ പറ്റി എഴുതി വെക്കും. കണക്ക് റെഡി ആവണം. പിന്നെ ഉണ്ണി, തോറ്റാലും ജയിച്ചാലും കണക്ക് കൃത്യമായിരിക്കണം. നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ അത് ബോധിപ്പിക്കണോ? എന്ത് വിഡ്ഢിത്തരാണോ ഈ വിളിച്ചു പറയണത്? തോറ്റാലെന്ന് പറയല്ലേ, നമ്മൾ ജയിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരം വരാം. വൈകുന്നേരം 5 മണിക്കായിട്ട് നടക്ക്. പിന്നെ ആവശ്യമില്ലാത്ത ഫ്ലക്സും കൊടിയൊക്കെ ഉണ്ട്, പാർട്ടി ഓഫീസിന്റെ ബാക്കിലാണ് കൊടുത്തിട്ടേക്കണം. അതിൽ ആവശ്യമില്ലാത്തൊക്കെ ഇവിടെ കൊടുത്തിടണം. നടക്കാൻ
150 വോട്ടിനൊക്കെ ജയിച്ച അടിപൊളിയാവും. ഈ വാർഡ് തിരിച്ചു പിടിക്കണത് പ്രീതി പ്യാരി തന്നെ. ഉണ്ണിയെ അവൻ ചോദിച്ചു കേട്ടാ നീ, അവന്റെ ഭാര്യ 150 വോട്ടിന് ജയിക്കില്ലേന്ന്. തോറ്റ് നാറാണക്കല്ലെടുക്കും. മനസ്സ് നന്നാവണം, മനസ്സ്. അവന്റെ ഭാര്യയ്ക്ക് വോട്ടിന് വേണ്ടിയിട്ട് എത്ര ദിവസം ഞാൻ പിന്നാലെ നാട്ടുകാരുടെ കൂടെ നടന്നോടാ. എന്നോട് 8000 ഉറുപ്പ്യ ഞാൻ മേടിച്ചതിനെ കണക്ക് ചോദിച്ചു. നീ കേട്ടില്ലേ നീ? ആ അത് ശരിയാ സുഖേട്ടാ. കാരണം ഇലക്ഷന് മുമ്പ് ആ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് ചായയും ചോറും എന്തെന്നാ വേണ്ട വെച്ചാൽ തരും. ഇപ്പൊ ചായ പോട്ട് പച്ച വെള്ളം വേണോ ചോദിച്ചു എന്നോട്. അതാണ് കാര്യം. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും വേണ്ട. അല്ല അവന്റെ ഭാര്യയ്ക്ക് കാലിൽ നീരാ പറഞ്ഞില്ലേ? നീരാന്ന് കരുതി നീ? നീരുമില്ല, ഒരു കുന്തമില്ല, അടവാണ്. പുറത്തു വന്ന് നമുക്കൊരു തുള്ളി വെള്ളം തരണ്ട് വന്നാലും വെച്ചിട്ട് കള്ളത്തരം കാണിച്ചിരുന്നാണ് അവളവിടെ. അവള് ജയിക്കും കരുതണ്ട നീ? അല്ല സുഖേട്ടൻ ആടെ ഇരിക്കും പറഞ്ഞു ഓള് ജയിക്കും, ഓള് ഭയങ്കര ഐശ്വര്യാന്ന്, ഭയങ്കര സംഭവമാണെന്നല്ലോ. ഐശ്വര്യോ കുടുംബത്ത് കയറ്റാൻ പറ്റുമോ? ഒരു മനുഷ്യൻ അവളുടെ മുഖത്ത് നോക്കിയാൽ വോട്ട് കൊടുക്കൂടാ. അതൊക്കെ അങ്ങോട്ട് ഒരു തട്ടി വിടണതല്ലേ. ഐശ്വര്യ സുഖേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എടാ 8000 ഉറുപ്പ്യ കണക്കപ്പെടാത്ത ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2000 ഉറുപ്പ്യ കണക്ക് ഞാൻ തരാം. അതൊന്നല്ല, നിങ്ങൾ സത്യം പറഞ്ഞ ആർക്കാ വോട്ട് കൊടുത്തത്? അതെന്താണ് നീ അങ്ങനെ ചോദിക്കുന്നത്? 25 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കല്ലാണ്ട് വേറെ ആർക്കാ കൊടുക്കുക? ഞാൻ പ്രീതി പിയാരിക്കാ കൊടുത്തേ. സുഖേട്ടന്റെ ഭാര്യ എന്റെ ഭാര്യയോട് പറഞ്ഞിനി സത്യന്റെ ഭാര്യക്ക് അങ്ങ് വോട്ട് കൊടുത്തത് എന്ന്. നാട്ടുകാർ മൊത്തം അറിയാതെ. ഒച്ചത്തെ പറഞ്ഞ ഇവിടെ ആരുമില്ല. ഈ സത്യന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ എതിർ സ്ഥാനാർത്ഥി. എടാ അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ. സംഗതി ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആണെങ്കിലും സമുദായം വിട്ടിട്ടൊരു കളിയില്ല. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടിക്ക് ഞാൻ വോട്ട് കൊടുക്കും. നീ സത്യം പറ, നീ ആർക്കാ വോട്ട് കൊടുക്കും? നമ്മളെ കൊച്ചിന് പ്രീതി പിയാരിക്കാ. സത്യന്റെ ഭാര്യ എന്റെ സമുദായം. പറഞ്ഞ പോലെ നമ്മള് രണ്ടാളും ഒരു സമുദായമാണല്ലോ അല്ലേ?